ബബ്ബബ്ബ സിനിമയ്ക്കാണെങ്കിൽ റെക്കോർഡാണ്. ബുക്കിംഗ് നടക്കാൻ വളരെ വളരെ വലിയ സാധ്യത കൂടുതലാണ്. കാരണം വേറൊന്നുമല്ല, ലാലേട്ടൻ ഈ പടത്തിലുണ്ടെന്നുള്ള കാരണം തന്നെയാണ്. ആ ഒരു ടീസറിൽ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഹൈപ്പാണ്. ഇപ്പം വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആണെങ്കിൽ സെൻസറിങ് കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ചയാണ് ഈ സിനിമയുടെ സെൻസറിങ് കഴിയുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. തിങ്കളാഴ്ച സെൻസറിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുന്നതെന്നും ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല ഹെവി ബുക്കിംഗ് ആവുമെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം ഒരു ദിലീപിൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് ഒരു FD റെക്കോർഡായിരിക്കും ദിലീപിന് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അതിൽ വേറൊന്നുമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കാരണം വേറൊന്നുമല്ല, ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡാണ് അതിന് കാരണം. കാരണം ലാലേട്ടൻ്റെ കാര്യം അറിയാം, അദ്ദേഹം തല കാണിച്ച പടങ്ങൾ, ഹൈപ്പിൽ വന്ന പടങ്ങളിൽ കുറച്ചൊക്കെ ഒന്ന് പാളിപ്പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിക്ക് തന്നെ കളക്ഷൻ കയറിയിട്ടുള്ള സിനിമയാണ്. ക്യാമിയോ റോൾ ചെയ്തതാണെങ്കിലും കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഫുൾ പോസിറ്റീവ് റിപ്പോർട്ട് വന്ന പടമൊന്നുമില്ല. എന്നിട്ടും ആ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ളൊരു കളക്ഷനും കിട്ടി ആ സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബബ്ബബേലും ആ ഒരു മാജിക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഈ ഒരു പടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാസ് മസാല പടമാണ്. ലോജിക്കൊന്നും നോക്കാതെ മാഡ്നസ് മാത്രം നോക്കി വരുന്നൊരു പടമാണ്. അതിൽ ഈ രണ്ട് നടന്മാരുടെ അഴിഞ്ഞാട്ടം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പടം കയറും എന്നുള്ള കാര്യത്തിലും വേറൊരു സംശയവും വേണ്ട. എന്തായാലും അത് ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എമ്പുരാൻ്റെ ഒക്കെ FD റെക്കോർഡ് തൂക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. തൂക്കാൻ വളരെ ഏറെ സാധ്യത കൂടുതലാണ്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു റെക്കോർഡ് അവർ എത്രത്തോളം തൂക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ പടത്തിന് പോസിറ്റീവ് ആണെങ്കിൽ ഫൈനൽ കളക്ഷൻ ആണെങ്കിലും ഹെവി ഫൈനൽ ആയിരിക്കും. ദിലീപിൻ്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരൊക്കെ ഈ സിനിമ കാണാൻ പോകുന്നുള്ളത് നിങ്ങൾ കമൻറ്റോടെ ചെയ്യുക.